സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദേവിക ലേറ്റ് ആയതിനെ തുടർന്ന് ഒന്നും രണ്ടും പറഞ്ഞ് ദേവികയും നന്ദനും തമ്മിൽ ഉടക്കുന്നുണ്ട്. അങ്ങനെ ഫംഗ്ഷൻ കോളമായി എന്ന് കരുതിയിരിക്കുന്ന സമയത്ത് രജനിയും ഗിരീഷും ഇടപെട്ട് എങ്ങനെയൊക്കെയോ നന്ദനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ആ ഫംഗ്ഷൻ എങ്ങനെയെങ്കിലും അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതായത് താൻ ആദ്യമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ്. അത് അലങ്കോലമാക്കി കഴിഞ്ഞാൽ ഗസ്റ്റുകളുടെ മുമ്പിൽ നാണം കെടുന്നത് ഞാനും കൂടിയാണ്. ഒരു അളിയൻ എന്ന നിലയ്ക്ക് ഇനി മേലിൽ എന്നിൽ നിന്നൊരു സഹകരണം ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഗിരീഷ് മാഷിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് താഴേക്ക് വന്ന് ആ ഫംഗ്ഷൻ എങ്ങനെയൊക്കെയോ ഒന്ന് അറ്റൻഡ് ചെയ്തെന്ന് പേര് ഏൽപ്പിച്ചിട്ട് നന്ദനാണെങ്കിൽ കലി തുള്ളി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. എല്ലാവരും സന്തോഷത്തോടെ കേക്ക് മുറിക്കാൻ പറഞ്ഞപ്പോൾ പോലും നന്ദൻ്റെ മുഖത്ത് ഒരു സന്തോഷവും കണ്ടില്ല. മാത്രമല്ല പരസ്പരം കേക്ക് ഷെയർ ചെയ്യുമ്പം പോലും നന്ദൻ ദേവികയുടെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല. അതെല്ലാം ദേവികയെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നു. ദേവിക സംസാരിച്ച് നന്ദനെ ഒന്ന് സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നുവെങ്കിലും ലേറ്റ് ആയതിൻ്റെ കാരണം പറയാതെ ഇനി എന്നോട് സംസാരിക്കേണ്ടെന്ന് ഉറച്ചു നിൽക്കുമ്പോഴത്തേക്കും താലി തൊട്ട് സത്യം ചെയ്തതിൻ്റെ പേരിൽ ആ സത്യങ്ങളൊന്നും തുറന്നു പറയാനാകാതെ നിൽക്കുന്നുണ്ട് ദേവിക. അതായത് അരുന്ധതി മേഡത്തിനൊരു മകനുണ്ടെന്നും ചലനശേഷി പോലും നഷ്ടപ്പെട്ട് സുഖമില്ലാതെ കിടക്കുന്ന ആ പയ്യന് വേണ്ടിയിട്ടാണ് താൻ ഇത്രയും നേരം ലേറ്റായി അവിടെ സ്റ്റേ ചെയ്തതെന്നുള്ള കാര്യമൊക്കെ പറയാതെ മറച്ചു വെക്കുന്നുണ്ട് ദേവിക. അതേ തുടർന്ന് നന്ദൻ എന്തൊക്കെയോ സംശയിക്കുന്നുണ്ട്. പിറ്റേ ദിവസം പതിവ് പോലെ ദേവികയാണെങ്കിൽ ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങി ഇറങ്ങി വരുമ്പോഴത്തേക്കും നന്ദൻ പറയുന്നുണ്ട് ഇന്നും പതിവ് പോലെ 5 മണിക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ മുതൽ ഈ വീട്ടിൽ നിന്ന് ജോലിക്കൊന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ പറ്റില്ല, ഇതെൻ്റെ അവസാനത്തെ താക്കീതാണെന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിച്ച് പോകുമ്പോൾ പ്രഭാവതി അതെല്ലാം കേട്ടുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നു. വിഷമിച്ച് നിൽക്കുന്ന ദേവികയോട് പ്രഭ പറയുന്നുണ്ട് ഇന്നലെ ദേവികയെ കാണാഞ്ഞിട്ട് ഒരുപാട് വിഷമിച്ച് നന്ദൻ. അതിൻ്റെ ദേഷ്യത്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. 2 ദിവസം കഴിയുമ്പോഴത്തേക്കും അവൻ്റെ ദേഷ്യമൊക്കെ അങ്ങ് മാറിക്കോളും. മോള് വിഷമിക്കേണ്ട, ഇപ്പം തന്നെ ഓഫീസിലേക്ക് പോകാൻ ലേറ്റ് ആയില്ലേ, എത്രയും പെട്ടെന്ന് ചെല്ല് എന്നൊക്കെ പറഞ്ഞ് യാത്ര അയക്കുന്നുണ്ടെങ്കിലും പ്രഭാവതിക്ക് വല്ലാത്തൊരു ടെൻഷനാകുന്നു. ഇത്രയും നാൾ എന്തൊക്കെ പറഞ്ഞാലും നന്ദനും ദേവികയും തമ്മിൽ യാതൊരു ഉടക്കോ പ്രശ്നങ്ങളോ ഇല്ല. ഇപ്പം അതും ആയിരിക്കുന്നു. ചന്ദ്രോത്ത് തറവാട്ടിൽ വന്നതിന് ശേഷം ഒരു സമാധാനമില്ലാത്ത ജീവിതമാണ്. ഭാർഗവിയുടെ വീട്ടിൽ നിന്നപ്പോൾ പൈസയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും സമാധാനം സന്തോഷമുണ്ട്. ഇപ്പം അതും ഇല്ലാണ്ടായിരിക്കുന്നു എന്നൊക്കെയുള്ളൊരു ടെൻഷൻ. അങ്ങനെ നന്ദൻ്റെ ബൈക്കിൽ കയറി തന്നെയാണ് ദേവിക ഓഫീസിലേക്ക് പോകുന്നത്. എങ്കിലും പരസ്പരം രണ്ടാളും മിണ്ടുന്നില്ല. ദേവികയ്ക്ക് വല്ലാത്ത വിഷമമാകുന്നുണ്ട് നന്ദൻ ഇങ്ങനെ തന്നോട് മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ട്. എന്നാൽ നന്ദനെ സംബന്ധിച്ചാണെങ്കിൽ തന്നോട് തൻ്റെ ഭാര്യയെ യാതൊന്നും മറച്ചു വെക്കത്തില്ലെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതാണിപ്പോൾ തകർന്നിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ നന്ദനും കലി അടക്കാനാകുന്നില്ല. ദേവികയെ ബസ് സ്റ്റോപ്പിനടുത്ത് ഇറക്കി വിട്ടതിന് ശേഷം യാത്ര പോലും പറയാതെ നന്ദൻ അങ്ങ് പോകുന്നു. അതും കൂടി ആയപ്പോഴത്തേക്കും ദേവികയ്ക്ക് സങ്കടം സഹിക്കാനാകുന്നില്ല. അങ്ങനെ ഓഫീസിലേക്ക് കയറി വരുന്ന ദേവികയുടെ മുഖം കണ്ടിട്ട് അരുന്ധതിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇന്നലെ രാത്രി ലേറ്റായി ചെന്നതിൻ്റെ പേരിൽ നന്ദനോ വീട്ടുകാരും കാണാൻ വഴക്ക് പറഞ്ഞിരുന്നോ? ദേവികയുടെ മുഖം വാടിയിരിക്കുന്നു. അന്നേരം ദേവിക പറയുന്നുണ്ട് ഓ മേഡം, എന്നെ കാണാഞ്ഞിട്ട് അവരെല്ലാവരും ഒത്തിരി വിഷമിച്ചു. ഞാൻ എന്തുകൊണ്ടാണ് ലേറ്റായെന്നുള്ള കാര്യം പറയാതെ ഇനി പരസ്പരം മിണ്ടത്തില്ലെന്നാണ് നന്ദൻ പറഞ്ഞിരിക്കുന്നത്. ദേവിക എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞോ? ഇല്ല മേഡം, ഞാൻ അന്ന് സത്യം ചെയ്തു തന്നില്ലേ, അതിൻ്റെ പേര് ഋഷിയെക്കുറിച്ചുള്ള യാതൊരു കാര്യവും എനിക്ക് നന്ദനോട് പറയാൻ പറ്റത്തില്ലായിരുന്നു. നന്ദു ആണെങ്കിൽ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. മനഃപൂർവ്വം ഞാൻ ലേറ്റായി ചെന്നയാണെന്നാണ് നന്ദൻ വിചാരിച്ചത്. ദേവിക വിഷമിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് അരുന്ധതിക്ക് വല്ലാത്ത വിഷമമാകുന്നു. എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ മകന് വേണ്ടിയിട്ടാണ് ദേവിക ഇന്നലെ രാത്രി ഇവിടെ സ്റ്റേ ചെയ്തത്. ജീവൻ നഷ്ടമാകേണ്ടിയിരുന്ന ഋഷിക്ക് കൃത്യസമയത്ത് മരുന്നും പ്രഥമ ശുശ്രൂഷയും കൊടുത്തതിൻ്റെ പേരിനാണ് യാതൊരു ആപത്തും കൂടാതെ തിരികെ ജീവിതത്തിലേക്ക് വന്നത്. അങ്ങനെയുള്ള ദേവിയെ എല്ലാവരും തെറ്റിദ്ധരിച്ചല്ലോ എന്നുള്ള വിഷമമൊക്കെ അരുന്ധതിക്കുണ്ട്. ആ ജിൻസി ഇങ്ങ് വരട്ടെ, അവൾക്കിട്ട് 2 കൊടുക്കണം. ഋഷിയുടെ കാര്യങ്ങൾ ഒരു കുറവും കൂടാതെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവളെ ഇവിടെ നിർത്തിയേക്കുന്നത്. എന്നിട്ട് ഓരോ കള്ളത്തരം പറഞ്ഞ് അവൾ മുങ്ങുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലെന്നാണ് അവളുടെ ഒരു വിചാരം. ഇന്നത്തോടെ അതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ എന്നൊക്കെ പറയുന്ന സമയത്ത് ദേവിക പറയുന്നു ഞാൻ ജിൻസിയോടാവുന്നത് പറഞ്ഞതാണ്. ഇന്നൊരു ദിവസത്തേക്ക് എന്നെ നേരത്തെ വിടണം. എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷനുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫസ്റ്റ് വിവാഹ വാർഷികമാണ്. മാത്രമല്ല അച്ഛൻ കേസ് ജയിച്ചതിൻ്റെ പാർട്ടിയും കൂടെയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് കറക്റ്റ് ടൈമിൽ എത്തിയില്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും വിഷമിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പോലും ജിൻസി അതൊന്നും കേട്ടില്ല. അന്നേരം അരുന്ധതി പറയുന്നുണ്ട് എന്തായാലും ദേവിക വിഷമിക്കേണ്ട, ഞാൻ വേണമെങ്കിൽ തൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് നടന്ന കാര്യങ്ങളൊക്കെ അറിയിക്കാം എന്ന് പറയുമ്പോൾ ദേവിക പറയുന്നു തൽക്കാലം വേണ്ട, നന്ദനാണെങ്കിൽ ഇപ്പം വല്ലാത്ത ദേഷ്യത്തിലാണ്. അന്നേരം അരുന്ധതി ദേവികയ്ക്ക് വാക്ക് കൊടുക്കുന്നു. തൻ്റെ മകൻ്റെ ജീവൻ രക്ഷിച്ച ദേവികയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ താൻ തയ്യാറാണ്.
അതിനിപ്പോൾ ഋഷിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നന്ദനോട് പറയേണ്ടി വന്നാൽ പോലും ഞാൻ പറഞ്ഞോളാം. താൻ വിഷമിക്കേണ്ട, പോയി വർക്ക് ചെയ്തോ. ഇന്ന് അത്യാവശ്യമായിട്ട് ഓഡിറ്റ് റിപ്പോർട്ടിന് സമർപ്പിക്കാനായിട്ട് 2-3 ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്യാനുണ്ട്. ദേവിക അത് പോയി ക്ലിയർ ചെയ്യും. ഞാൻ എന്തായാലും ജിൻസി വന്നതിന് ശേഷമേ ഓഫീസിലേക്ക് പോകുന്നോളെന്ന് അരുന്ധതി പറയുമ്പോൾ ഓക്കെ മേഡം എന്ന് പറഞ്ഞിട്ട് ദേവികയാണെങ്കിൽ അകത്തു പോയി വർക്ക് ചെയ്യുന്നുണ്ട്. അതേസമയം ജിൻസി ആണെങ്കിൽ ടെൻഷൻ അടിച്ച് കയറി വരുന്നു. അരുന്ധതി മേഡം വല്ലാത്ത ദേഷ്യത്തിലായിരിക്കും. എങ്ങനെയായിരിക്കും തന്നോട് പ്രതികരിക്കുന്നതെന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട്. സൂക്ഷം പോലെ അരുന്ധതി ജിൻസിയെ കാണുമ്പോഴത്തേക്കും വല്ലാതെ ദേഷ്യപ്പെടുന്നു. കാരണം തൻ്റെ മകനെ നോക്കാനായിട്ട് നിന്നെയാണ് ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിന് നീ ആവശ്യപ്പെടുന്ന ശമ്പളം കൃത്യമായിട്ട് തരുന്നില്ലേ? പിന്നെ എന്നോട് പോലും പറയാതെ ദേവികയെ ഋഷിയുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് എന്തിനു പോയി? നിനക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോകണം. എൻ്റെ മകനെ നോക്കാൻ നിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിക്കുമ്പോഴത്തേക്കും ജിൻസി ആണെങ്കിൽ കരഞ്ഞ് കാല് പിടിച്ച് പറയുന്നുണ്ട്, ഇനി മേലിൽ ആവർത്തിക്കത്തില്ല മേഡം, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. ഋഷിയാണെങ്കിൽ ഞാൻ മരുന്ന് കൊടുത്താലോ ഫുഡ് കൊടുത്താലോ കഴിക്കുന്നില്ല, ദേവിക കൊടുക്കുന്നതാണ് അവനിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് പോയത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ തള്ളി വീണ് കാലുളുക്കി ഇരുന്നതാണ്. അതുകൊണ്ടാണ് മേഡം വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്. ഇനി മേലിൽ ഇങ്ങനെ ആവർത്തിച്ച് കഴിഞ്ഞാൽ നിന്നെ ഈ ജോലി പുറത്താക്കിയിരിക്കും. ഇന്നലെ ഋഷിക്ക് വയ്യാണ്ടായ കാര്യം വല്ലതും നീ അറിഞ്ഞിരുന്നോ? എൻ്റെ മകൻ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ നിന്നെ ജീവനോടെ ഞാൻ വെച്ചേക്കത്തില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ജിൻസിക്ക് വല്ലാത്ത പേടിയാകുന്നുണ്ട്. ദേവിക എന്തൊക്കെയോ അരുന്ധതി മേഡത്തിനോട് പറഞ്ഞതിൻ്റെ പേരിനാണ് അരുന്ധതി തന്നോട് ഇങ്ങനെ പൊട്ടിത്തെറിച്ചെന്ന് വിചാരിച്ച് ദേവികയോട് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ട് ജിൻസിക്ക്. ഇതിനെ തുടർന്ന് താൻ മുമ്പ് എടുത്തു വെച്ചിരുന്നല്ലോ ഒരു ഫോട്ടോ, ഋഷിയും ദേവികയും കൂട്ടിച്ചേർത്ത് എന്തൊക്കെയോ കള്ളക്കഥകളുണ്ടാക്കി നന്ദനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ജിൻസി. ദേവിക എന്തൊക്കെയോ സത്യങ്ങൾ തന്നീന്ന് മറയ്ക്കുന്നെന്ന് കുറേ നാളുകൊണ്ട് നന്ദനാണെങ്കിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. ജിൻസി ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് ഒരു നിമിഷമെങ്കിൽ ദേവികയെ സംശയിക്കുന്നു നന്ദനും.